അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, സാന്ദർഭികമായ ഒരു സംശയ നിവാരണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തുമൊക്കെ ഈ വർഷത്തെ ഈദുൽ ഫിത്തർ വെള്ളിയാഴ്ച ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ജുമുഅ നിർബന്ധമില്ലേ ഒരു ചർച്ചയുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാരണം പലരും ചോദിച്ചിരുന്നു. 2-3 വർഷം മുമ്പ് ഏകദേശം ഇതേ സാഹചര്യം ഉണ്ടായപ്പോൾ ഞാനിതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയതാണ്. ഏതായിരുന്നാലും സാന്ദർഭിക വിഷയമായതുകൊണ്ട് ഇത്തരമൊരു ചർച്ച കടന്നു വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം പറയാം. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ പെരുന്നാൾ സംഭവിച്ചു. ആ പെരുന്നാൾ സംഭവിച്ചപ്പോൾ പെരുന്നാളിൻ്റെ ഖുതുബയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവത്രേ, ഇജ്തമഅ ഈദാനി ഫീ യൗമിക്കും ഹാദാ, നിങ്ങളുടെ ഈ ദിവസത്തിൽ 2 പെരുന്നാൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന് വെള്ളിയാഴ്ച, മറ്റൊന്ന് സാധാരണ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ഈ പെരുന്നാൾ നിസ്കാരത്തിന് വന്ന ആളുകളിൽ ആർക്കെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ ജുമുഅയെ തൊട്ട് അവൻ മതിയാക്കിക്കൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് വരണ്ട. വ ഇന്നാ മുജമ്മിഊന ഇൻഷാ അല്ലാഹ്, എന്തായാലും ഇവിടെ ജുമുഅ നടക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ജുമുഅ നിസ്കരിക്കുന്നുണ്ട്. ഇനി വരാൻ താല്പര്യമില്ലാത്ത ആളുകൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിച്ചോട്ടെ എന്ന ഒരഭിപ്രായം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് അതുപോലെ തന്നെ ഇമാം ഇബ്നു മാജ തുടങ്ങിയവർ തങ്ങളുടെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഈ ഹദീസാണ് സത്യത്തിൽ ഈ ചർച്ചയുടെ നിദാനം, അടിത്തറ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 4 മദ്ഹബുകളിലെ ഇമാമിയങ്ങളും ഈ വിഷയ സംബന്ധമായ ചർച്ച നടത്തിയപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മഹാനായിരിക്കുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത് എല്ലാവർക്കും വേണ്ടിയല്ല. പിന്നെയോ ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. മദീനയിലെ പള്ളിയിലേക്ക് ഒരുപാട് ദൂരെ നിന്ന് വന്നിരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് വന്നിട്ട് വീണ്ടും പോയി വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു പ്രയാസം പരിഗണിച്ചതിൻ്റെ പേരിലാണ് وإنما رخص رسول الله صلى الله عليه وسلم في ترك الجمعة ذلك اليوم لأهل العوالي الذين بعدت منازلهم عن المسجد النبوي ويشق عليهم الذهاب والإياب مرتين للصلاتين. അതായത് പുണ്യ റസൂല് റുഖ്സ നൽകിയത്, ജുമുഅക്ക് വരണ്ടാന്ന് പറഞ്ഞത് അവാലിയിൽ താമസിക്കുന്ന, മദീനയിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വയശുഖു അലൈഹിമുദ് ദഹാബു വൽ ഇയാബു മർറത്തൈൻ, 2 പ്രാവശ്യം വരാനും പോകാനും അവർക്ക് ബുദ്ധിമുട്ടായതിന്റെ പേരിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പുണ്യ റസൂൽ എന്ത് പറഞ്ഞത്, ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജുമുഅക്ക് പകരം ഈ പെരുന്നാൾ നിസ്കാരം കൊണ്ട് മതിയാക്കിക്കൊള്ളട്ടെ, പോയിട്ട് ഇടങ്ങാറായിട്ട് വരണ്ട എന്ന് ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. അവരുടെ കുടുംബത്തിനൊപ്പം പെരുന്നാൾ ആഘോഷിച്ചോട്ടെ, അല്ലാതെ ജുമുഅക്ക് വന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വന്ന് ജുമുഅ വരെ ഇവിടെ ഇരുന്നിട്ട് ആ സമയം മൊത്തം കളയുമ്പോൾ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുക എന്ന സുന്നത്ത് നഷ്ടപ്പെടൂലേ. അതുകൊണ്ട് പുണ്യ റസൂൽ അവർക്ക് റുഖ്സ കൊടുത്തതാണ്. ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ട് ഷാഫി ഇമാം വിശദീകരണം നൽകിയത്. അപ്പോൾ എല്ലാവർക്കും ജുമുഅ ഒഴിവാകൂല. ഒരുപാട് ദൂരെ നിന്ന് വന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി വീണ്ടും പള്ളിയിലേക്ക് വരാൻ അത്ര സമയമെടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെക്കുറിച്ച് മാത്രമാണ് ഈ പറഞ്ഞത് എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ തൻ്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നു. ഇതിനോട് ഏകദേശം യോജിക്കുന്ന അഭിപ്രായമാണ് ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും. അവരുടെ 2 മദ്ഹബിന്റെ അടുക്കലും ഷാഫി ഇമാമിനെ പോലെ തന്നെ ജുമുഅ നിർബന്ധമാണ്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാലും ജുമുഅ നിർബന്ധമാണ്. ഹനഫി മദ്ഹബിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങാ. നമുക്കറിയാലോ, ഹനഫി മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരം വരെ നിർബന്ധമാണ്, സുന്നത്തല്ല. അവിടുത്തെ പ്രമുഖ ഗ്രന്ഥമായ ഹാഷിയത്തു ഇബ്നുൽ ആബിദീൻ പറയുന്നത് കാണാം, ഈ വിഷയം ചർച്ച ചെയ്തിട്ട്, അമ്മാ മദ്ഹബുന ഫലുസൂമു കുല്ലി മിൻഹുമാ, നമ്മളുടെ മദ്ഹബ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരവും നിർബന്ധമാണ്, ജുമുഅയും നിർബന്ധമാണ്, 2ഉം ഒഴിവാകൂല. ഇനി മാലിക്കി മദ്ഹബ്, ഷറഹുൽ ഖർഷ അല മുഖ്തസർ ഖലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ
വോള്യം 2 92 പേജിൽ പറയുന്നത് കാണാം, ഇദാ വാഫഖൽ ഈദു യൗമ ജുമുഅത്തിൻ ഫലാ യുബാഹു ലിമൻ ഷഹിദൽ ഈദ ദാഖിലൽ ബലദി ഔ ഖാരിജഹു അത്തഖല്ലുഫു അനിൽ ജുമുഅത്തി വൽ ജമാഅത്തി വഇൻ അദിന ലഹുൽ ഇമാം അലൽ മഷ്ഹൂരി. പ്രബലമായ അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ സംഭവിക്കുകയും പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ജുമുഅ ഒഴിവാക്കാൻ ഒരു പഴുതുമില്ല. അവൻ ദൂരെ നിന്ന് വരുന്നവനാകട്ടെ അടുത്തുള്ളവനാകട്ടെ ഇമാമ് സമ്മതം കൊടുത്താൽ പോലും അവർക്ക് സമ്മതമല്ല. ഷാഫിഈ മദ്ഹബിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആ മാലിക്കി മദ്ഹബ്. ദൂരെന്ന് വന്നാലും പറ്റൂല. അപ്പൊ ഷാഫിഈ, ഹനഫി, മാലിക്കി ഈ 3 മദ്ഹബ് പ്രകാരവും ഇപ്രകാരം ജുമുഅ സംഭവിച്ചാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ പെരുന്നാൾ വരികയും പെരുന്നാൾ നിസ്കാരത്തിന് ഹാളിറാവുകയും ചെയ്ത ആൾക്ക് ജുമുഅ ഒഴിവാകും എന്ന അഭിപ്രായം ഈ 3 മദ്ഹബിലും ഇല്ല. ജുമുഅ നിർബന്ധം തന്നെയാണ്. ഇനി ഹംബലി മദ്ഹബ് എന്തു പറയുന്നു? ഗൾഫ് നാടുകളിൽ അംഗീകരിക്കുന്ന ഹംബലി മദ്ഹബ് മറ്റു 3 മദ്ഹബിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഇവിടെ കിതാബുൽ അൻസാഫിലൊക്കെ പറയുന്നത്. وإذا وقع العيد يوم الجمعة فاجتزأ بالعيد وصلى ظهرا جاز هذا المذهب بلا ريب. ഒരാള് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ സംഭവിക്കുകയും പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്താൽ എന്നിട്ട് ജുമുഅക്ക് വരാതിരുന്നാൽ ജാസ, അവനത് ജായിസാണ് ബിലാ റൈബിൻ, ഒരു സംശയം കൂടാതെ. അതാണ് മദ്ഹബ്. അപ്പോൾ ഹംബലി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ചയിൽ പെരുന്നാൾ വന്നു, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് ജുമുഅക്ക് വരണോ വേണ്ടയോ എന്നത് അവൻ്റെ ഇഷ്ടമാണ്. ജുമുഅക്ക് വരാതിരുന്നാൽ കുറ്റക്കാരനാകൂല. വരൽ സുന്നത്തുണ്ട്, നിർബന്ധമല്ല. ആ ഒരു മദ്ഹബ് അംഗീകരിച്ചു കൊണ്ടാണ് ഗൾഫ് നാടുകളിൽ നാം കാണുന്നത് പോലെ ഇത്തരത്തിൽ വെള്ളിയാഴ്ച സംഭവിക്കുമ്പോൾ അറബികളായ പല ആളുകളും പെരുന്നാൾ നിസ്കരിച്ച് ജുമുഅക്ക് വരാതിരിക്കുന്നത്. നാം അവരെ ആക്ഷേപിക്കേണ്ടതില്ല. ഒരു മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണത്. ഇബ്നു തൈമിയൊക്കെ ഈ വിഷയ സംബന്ധമായി 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ 3 സ്വീകരിക്കാനാ. ഷാഫിഈ, ഹംബലി, ഹനഫി മദ്ഹബിൽ പറഞ്ഞ അഭിപ്രായ പ്രകാരം ജുമുഅക്ക് നിർബന്ധമാണ്, പോകാം. അതല്ല, ദൂരമുള്ള ആളുകൾക്ക് മാത്രം ജുമുഅ ഒഴിവാക്കാം, അടുത്തുള്ളവർക്ക് പോകാം. അതല്ലെങ്കിൽ ജുമുഅ പെരുന്നാൾ നിസ്കരിച്ചു എന്ന കാരണം കൊണ്ട് ജുമുഅ ഒഴിവാക്കാം. ഈ 3 അഭിപ്രായത്തിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാമെന്നാണ് ഇബ്നു തൈമിയ തന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ ജുമുഅ ഒഴിവാക്കാം എന്ന് പറയുന്ന ഹംബലി മദ്ഹബിൽ തന്നെ പറയുന്നത് പങ്കെടുക്കലാണ് അഫ്ളല്. കാരണം എന്താണെന്നറിയോ? ഇമാം ഷാഫിഈ തങ്ങൾ പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ജുമുഅ നിർബന്ധമാണ് എന്ന് പറയുന്നത്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വാചകം, ആ ഹദീസിന്റെ വാചകത്തിൽ പറയപ്പെടുന്ന വ ഇന്നാ മുജമ്മിഊന ഇൻഷാ അല്ലാഹ്, എന്തായാലും ഞങ്ങൾ ജുമുഅ നിസ്കരിക്കുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ജുമുഅ നിർബന്ധമാണ്. ഇവിടെ നാട്ടിലുള്ള ആളുകളെയും കൂട്ടി ഞാൻ ജുമുഅ നിസ്കരിക്കുന്നുണ്ട്. ദൂരെ നിന്ന് വന്ന ആളുകൾ അവരെ വീട്ടിൽ നിസ്കരിച്ചോട്ടെ ളുഹർ. അപ്പോൾ ജുമുഅ നിർബന്ധമാണ്. ജുമുഅയുടെ നിർബന്ധം ഒഴിവാകുന്നില്ല. അത് ദൂരക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ജുമുഅ വെള്ളിയാഴ്ച പെരുന്നാൾ സംഭവിച്ചാലും അന്ന് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചാലും ജുമുഅ ഒഴിവാകൂല എന്ന് വളരെ ശക്തമായി പറയുന്നത് എന്നാണ് ഇമാം ഷാഫിഈ തങ്ങൾ തൻ്റെ ഉമ്മിൽ ഈ വിഷയ സംബന്ധമായി പ്രതിപാദിച്ചത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ തങ്ങളും. അതുകൊണ്ടാണ് അവരൊക്കെ അവരുടെ മദ്ഹബുകളിൽ ഇപ്രകാരം അഭിപ്രായം പറഞ്ഞത്. ഇതിനൊരു പവർ കൊടുക്കുന്ന മറ്റൊരു ഹദീസ് കൂടെ ഉണ്ട്. മഹാനായിരിക്കുന്ന നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ദിവസം ജുമുഅ നിസ്കാരവും പെരുന്നാളും ഒന്നിച്ചു വന്നപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബ്ബിഹ് ഇസ്മ ഹലാത്താക്ക സൂറത്തുകളാണ് ഓതിയത് എന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നത് എടുത്തുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, രണ്ടും പുണ്യ റസൂൽ നിസ്കരിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ജുമുഅ നിർബന്ധമാണ് എന്നാണ് ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ്. ചുരുക്കത്തിൽ 3 മദ്ഹബ് പ്രകാരം, പ്രത്യേകിച്ചും നാം അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബ് പ്രകാരം ഒരിക്കലും ജുമുഅ ഒഴിവാകൂല. ഇവിടെയുള്ള ഹംബലി മദ്ഹബ് പ്രകാരം മാത്രമാണ് ജുമുഅ ഒഴിവാകുന്നത്. അപ്പോൾ ജുമുഅക്ക് പോകാതിരിക്കുന്ന അറബികളെ ആക്ഷേപിക്കാൻ നാം അർഹരല്ല. ഇവർ ബുദ്ധിയില്ലാത്തവരാണ്, എന്താണ് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫറദിന് പോകാത്തത് എന്ന് പറഞ്ഞ് കളിയാക്കരുത്. അവർ അംഗീകരിക്കുന്ന മദ്ഹബ് പ്രകാരം അവർക്ക് അന്ന് ജുമുഅ നിർബന്ധമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുത്താൽ മതി, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. പുണ്യ റസൂൽ പറഞ്ഞതുപോലെ ഇന്നാ മുജമ്മിഊൻ, എന്തായാലും ജുമുഅ നിസ്കരിക്കുന്നുണ്ട്, അപ്പം നമ്മൾ പങ്കെടുക്കുക.
നമ്മുടെ നിർബന്ധം നഷ്ടപ്പെടുത്താതിരിക്കുക. ഓർക്കുക, ജുമുഅ നിർബന്ധമാണ്. ഷാഫി മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരം സുന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സുന്നത്ത് കാരണം ഫർദ് ഒഴിവാകൂല എന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് ജുമുഅ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.